അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിച്ചിന്. അപ്പോൾ അങ്ങനെ ഓണം ഇല്ലോലൊക്കെ അടിച്ചു പൊളിച്ചോക്കൂലേ. അപ്പോൾ ഞമ്മക്ക് ഏതായാലും ഓണമൊന്നും ഇല്ലേനി കേട്ടോ പ്രാവശ്യം. അതുകൊണ്ട് നമുക്കറ്റ കുഴപ്പമില്ല, വലിയ സങ്കടമൊന്നുമില്ല. സങ്കടം മാറാൻ നമ്മൾ നല്ലൊരു അടപ്രഥമനൊക്കെ വെക്കുന്നുണ്ട്. ആ വീഡിയോസൊക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ദോശയാണ് ഇട്ടൊന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അന്തിക്ക് ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ആദ്യം കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇഞ്ചി ഇട്ടു. പിന്നെ വല്ലുള്ളിയും തക്കാളിയില്ല, വല്ലുള്ളിയും കേങ്ങും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും കരിയേപ്പും അതേമാതിരി മല്ലിച്ചേപ്പിൻ്റെ ഇല ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കേങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ തലേന്ന് തന്നെ മസാല റെഡിയാക്കി എടുത്താൽ പിറ്റേന്ന് ഒരു കുട്ടിയും കോലും എടുക്കണ്ട. നേരം വെളുക്കുക, മാവണ്ട് സെറ്റാക്കി എടുക്കുക. നമ്മളെ മസാല ഉണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് കുത്തി ഉണ്ടാക്കുക. അത്ര പണിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അതിന് നിൽക്കണ്ട. അപ്പോൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചാൽ നല്ല സുഖമാണ്. അപ്പോൾ നമ്മളെ മാവ് ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പൊന്തി വന്നിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചിക്കണേ. അപ്പോൾ പൊടി ഇട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ മക്കൾ ഇങ്ങനെ മസാല ദോശ എന്നിങ്ങനെ പറയണേ. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ട് നമ്മളെ മസാല കണ്ടില്ലേ, നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കണം കേട്ടോ. എന്നെങ്കിലേ നമുക്ക് ഇതൊന്ന് ഉടക്കാൻ വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ഉടക്കാൻ വയ്ക്കില്ല. ഞാൻ രാവിലെ ഒന്ന് നോക്കിയിട്ട് ഉടച്ച് നോക്കുമ്പം എങ്ങനെയായാലും ഉടക്കാൻ കഴിയണില്ല. പിന്നെ ഞാൻ എന്താട്ടിന്ന് അറിയാം, ഒന്നുകൂടി ഞാൻ ഗ്യാസമ്മ വെച്ച് ചൂടാക്കിക്കാണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ഉടക്കാം വെച്ചു. പിന്നെ ഉണ്ടല്ലേ നല്ല ഉസാറായിട്ട് ഉടച്ചെടുത്തിക്കണേ. അതിൻ്റെ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിക്കണേ. പിന്നെ നമ്മളെ മാവൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ ഉണ്ട് എന്നറിയാലോ. അപ്പോൾ കണ്ടോ, ഒരു തവി നമ്മൾ ഒഴിച്ചെടുത്തിക്കണേ. ഇനി നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കണം. മസാല ദോശയാകുമ്പോൾ അത്യാവശ്യം വലുപ്പം തന്നെ വേണം കേട്ടോ. ഈ ചട്ടിയിലാവുമ്പോൾ ഉണ്ടല്ലോ എത്ര വലുപ്പത്തിലുമാണെങ്കിലും നമുക്ക് ഈ മസാല ദോശയൊക്കെ ഉണ്ടല്ലോ പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ ഉസാറാക്കിക്കാണ്ട് പരത്തിയെടുത്തിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിക്ക് മസാല ഉണ്ടെങ്കിലും അതിക്ക് എന്തെങ്കിലും ഒരു ചാറ് വേണ്ടേ, ചട്ടിനിയോ സാമ്പാറോ എന്തെങ്കിലും വേണം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കുക, ചട്ടിനി തന്നെയാണ് ശരണം. അപ്പോൾ നമ്മൾ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടി ഒരു തേങ്ങ പൊളിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ചട്ടിനിയും മസാല ദോശയാണ്. അപ്പം അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പം മക്കൾ ആദ്യമേ പറഞ്ഞിരിക്കണത് മസാല ദോശയാണ് വെച്ചെങ്കിൽ ചട്ടിനി നല്ല വെള്ളം പോലെ ഉണ്ടാക്കാൻ നിൽക്കണ്ടിട്ട് അമ്മച്ചിയെ, പിന്നെ നല്ല കുറുന്നനെ മതി കേട്ടോ. അങ്ങനെ മതി, അല്ലാതെ വെള്ളം പോലെ ആക്കി ഉണ്ടാക്കരുതേന്നൊരു തലേന്ന് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു പറഞ്ഞ് കേൾക്കാതൊക്കെ ഉണ്ടാ വിചാരിച്ചിട്ട് ഇനി നമ്മൾ ഒരു കുറുന്നനെ തന്നെ നമുക്ക് ചട്ടിനിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചു വന്ന് പിന്നെ നമുക്ക് ഒന്ന് പൊട്ടിച്ച് ചിരണ്ടി എടുക്കണം. അപ്പോൾ അതാക്കണേ നമ്മളെ മസാല ദോശയൊക്കെ റെഡി ആയിക്കണം കേട്ടോ. ഇനി പിന്നെ നമ്മൾ മസാല ഇട്ടു. ഇനി ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് അവിടെ മടക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് മസാലയൊക്കെ തേച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലായിടത്തും ഇങ്ങോട്ട് ആക്കിയെടുക്കണം. കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായി കേട്ടോ. നമ്മളെ മസാലയൊക്കെ നല്ല രസം ഉണ്ടായി കേട്ടോ തിന്നാൻ. അപ്പോൾ നമ്മൾ ചട്ടിനിയൊക്കെ കൂട്ടി തിന്നുമ്പോൾ നല്ല രസീകാരം. അപ്പോൾ ഇതാക്കണേ നമ്മളെ ചട്ടിക്കുണ്ടല്ലോ വല്ലാത്തൊരു പൗറാണ് കേട്ടോ. ചില നേരത്ത് മൂപ്പർക്കാക്കൊക്കെ ഒരു പൗറാട്ടലാണ്. എങ്ങനെ അങ്ങോട്ട് ഇതാക്കിയിട്ടും ചട്ടിയിൽ നിന്ന് കിട്ടില്ല. ഏതായാലും കുത്തി ഇതാക്കിക്കാണ്ട് ഏതായാലും നമ്മൾ അങ്ങോട്ട് എടുത്തു കേട്ടോ. ആദ്യത്തേത് നമുക്ക് പാളിപ്പോയി, പിന്നത്തൊക്കെ നമുക്ക് ശരിയായി കിട്ടിയിരിക്കണം കേട്ടോ. ആദ്യത്തെ പാളിയപ്പോൾ പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ, കിട്ടിയിട്ടില്ല ഇനി. അപ്പോൾ പിന്നെ ചുട്ടപ്പോഴൊക്കെ ശരിയായിട്ടോ. അങ്ങനെ സനുവിനും മിന്നുട്ടിക്കും ചായ എടുത്തുകാണ്ട് ഓരോ മദ്രസക്ക് പറഞ്ഞേക്കണ്ടല്ലോ. അങ്ങനെ ഓരോ മദ്രസക്ക് പറഞ്ഞേക്കാനും വേണ്ടി ഓർക്ക് രണ്ടാക്കും ചുട്ടപ്പോത്തിന് അൽഹംദുലില്ലാ കിട്ടിയിട്ടോ. മൂന്നാമത്തതാണ് കേട്ടോ നന്നായത്. ആദ്യത്തതും രണ്ടാമത്തതും നന്നായില്ല. പിന്നെ മൂന്നാമത്തതും നാലാമത്തൊക്കെ നന്നായി. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ചുട്ടുകാണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എണ്ണയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ ചുട്ടിനിയത്. പിന്നെയാണ് നമുക്ക് ടെക്നിക്ക് മനസ്സിലായത്, എണ്ണ പുരട്ടി ചുട്ടാൽ ചട്ടിയിൽ നിന്ന് കിട്ടണില്ല. എണ്ണ പുരട്ടാതെ ചുട്ടപ്പോഴാണ് കേട്ടോ ചട്ടിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ കാട്ടിക്കണത്. പിന്നെ പരത്തി കഴിഞ്ഞിട്ട്
നമ്മളതിൻ്റെ മുകളിൽ ആ ബ്രഷ് ആയിട്ട് ഇങ്ങനെ ഒന്ന് എണ്ണ അങ്ങനെ ആക്കി കൊടുത്ത് പിന്നെയാണ് നമുക്ക് ആ ടെക്നിക്കാണ് മനസ്സിലായത്. ഇനി അങ്ങനെ കാട്ടിയാൽ മതിയായത്. പിന്നെ ഉണ്ടല്ലേ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ചട്ടി നല്ല അനുസരണോട് കൂടി വന്നിക്കണം കേട്ടോ. ചട്ടിയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. പിന്നെ ഞാൻ 2 ഭാഗവും മറിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കണുണ്ട് കേട്ടോ. ഇത് ചുട്ട് വെച്ചാൽ മക്കൾക്കാർക്കും വേണ്ടി വരില്ല, അപ്പം ചുട്ട് അങ്ങനെ തിന്നണം, എന്നെങ്കിലേ തൃപ്പതിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കണം ചായ കൊടുക്കാനും വേണ്ടി. ഞാൻ പറഞ്ഞ് ഇത് ഇപ്പോൾ ചുടുമ്പോൾ തിന്നാൻ വന്നോളി, പിന്നെ എന്നോട് ചൂടാക്കാൻ പറയണ്ട കേട്ടോ പറഞ്ഞു ഞാൻ. അപ്പോൾ എല്ലാവരും കണ്ണും തിരുമ്മി നീച്ചിക്കാണ്ടൊക്കെ പല്ലും മോറും തേച്ചാക്കിക്കാണ്ട് ഒക്കെ വന്ന് തീർക്കണുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ആദ്യത്തെ 2ാമത്തെ അപ്പമാണ് ഈ കിടക്കുന്നത്. ഇങ്ങനെ നാശമായ അപ്പം നമ്മൾ ഇമ്മമാർക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ അവിടെ എടുത്ത് വെച്ചിക്കണ്, അത് നമുക്ക് തിന്നണം. പിന്നെ ബാക്കിയില്ല അപ്പങ്ങളും അങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം. ഈ ചട്ടിയിൽ ചുടുമ്പോണ്ടല്ലോ ഈ വല്ലാത്തൊരു തീർപ്പതിയാണ് ഇങ്ങനെ പരത്താൻ. നല്ല സുഖമായിട്ട് പരത്തിയെടുക്കാം, വട്ടത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ നല്ല എളുപ്പമാണ്. അപ്പോൾ ബാക്കിയില്ല അപ്പങ്ങളൊക്കെ നമ്മളങ്ങനെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ മിന്നൂട്ടിക്ക് ആദ്യം സനുവിനെ കൊടുത്ത ചട്ടിനിയൊക്കെ പറഞ്ഞ് മിന്നൂട്ടി അറിഞ്ഞിച്ച് ചട്ടിനി മണ്ടാറിന് 2ാമത്തതും ഒക്കെ അങ്ങനെ ചട്ടിനി ഇല്ലാത്ത ഓക്ക് കൊണ്ടുപോയി പറഞ്ഞു കൊടുത്തു. ബാക്കിയുള്ളത് പിന്നെ ഞാൻ അങ്ങനെ ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ചുട്ട് പിന്നെ ഫസ്റ്റത്തെ 2 നാശമായില്ലേ, അത് 2 പിന്നെ ഞാൻ എന്താട്ടിന്ന് അറിയോ ഒന്ന് ചൂടാക്കി ചട്ടിയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ തിന്നാൻ രസമുണ്ട്. പിന്നെ ഇപ്പോൾ കേടെന്നാലും ഇപ്പം എത്താൻ നമ്മളെ വെള്ളേക്കല്ലേ. പിന്നെ ബാക്കിയില്ല മാവ് വെച്ചിട്ട് ഞാൻ വലിയൊരപ്പം ചുട്ടിക്കണേ. പക്ഷേ അതിക്ക് മസാലയൊന്നും ഇല്ലേന് കേട്ടോ. അതങ്ങനെ തന്നെ ചട്ടിനി പറഞ്ഞ് തിന്നാൽ രസമാണ്, നല്ല ക്രിസ്പിയായി കിട്ടുമല്ലോ, കറുമുറാന്ന് തിന്നാം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചുട്ടെടുത്തു. പിന്നെ നമ്മൾ ഇതാക്കണം നാശമായ നമ്മളെ മസാല ദോശ ഉണ്ടല്ലോ കേടന്ന്, അത് നമ്മൾ എടുത്തുക്കണം കേട്ടോ. അതിപ്പോൾ ഞങ്ങളെ പാത്തച്ചിട്ടൊരു കാര്യമല്ല, കാണാൻ ചൊറുക്കില്ലാഞ്ഞാൽ നമ്മളെ മക്കൾക്കൊന്നും വേണ്ടി വരില്ല. ഓലിക്ക് ചൊറുക്ക് വേണം, പിന്നെ ഓലിക്ക് ഇറങ്ങണം പാത്തച്ചിട്ട് കാര്യമല്ല, പിന്നെ നമ്മൾ തന്നെ തിന്നണം. അങ്ങനെ ഞാൻ അതെടുത്ത് കണ്ട് ഇതാക്കണേ ചായ അടിച്ചാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്ത് കേടന്നാലും ഇപ്പത്താ പള്ളിയിലെത്തിയപ്പോൾ ആരാപ്പോൾ കാണുന്നത്, ആരും കാണുന്നില്ലല്ലോ, നമ്മൾ ഷോക്കേസിലെക്കാനില്ലല്ലോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിനി, ചോറ്റിനൊക്കെ അരിയൊക്കെ ഇട്ടീനി. പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇളക്കി കൊടുത്തു. ഞാൻ ചോറ് അവിടെ കടന്ന് വേഗട്ടെ. പിന്നെ നമ്മളേക്ക് കൂട്ടാൻ ഉണ്ടാക്കുന്നത് നമ്മളെന്താട്ടി കുറച്ച് കോഴി ഉടനീന് കേട്ടോ. അപ്പോൾ എല്ലാവരും തിരുവോണത്തിൻ്റെ അന്ന് സാമ്പാറും ചോറൊക്കെ അല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താട്ടി നല്ല കോഴി കൊണ്ടാണ്ട് വരട്ടുണ്ടാക്കി വെറും ചോറും പപ്പടമാണ് പൊരിച്ച്. അതുതന്നെയാണ് നമ്മളെ തിരുവോണ സ്പെഷ്യൽ കേട്ടോ. അപ്പം നമുക്ക് സദ്യ ഒന്നും കിട്ടാത്തതിൽ വല്ലാത്തൊരു പൊറുതിയേടും സങ്കടമൊക്കെ ഉണ്ടേനി. പക്ഷെങ്കിൽ നമുക്ക് പിന്നെ ആ സങ്കടം ഇല്ലാതെയായത് നമ്മൾ നല്ല അടിപൊളി പായസം വെച്ചിട്ടാണ്ട് നമ്മളെ സങ്കടം തീർത്തു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നമ്മളെ കോഴിയൊക്കെ കേകി വൃത്തിയാക്കി വെച്ചിക്കണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിക്കണ്, വല്ലുള്ളിയും തക്കാളിയും അരിഞ്ഞ് വെച്ചിക്കണ്. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടിന്നറിയോ, ആ കോഴി വെക്കണതിൻ്റെ മുന്നേ നമ്മളെ ചട്ടി ഉണ്ടല്ലോ അതിൽ ഓയിൽ വാർന്നിട്ട് ചൂടാക്കിയിട്ട് അതിലാണ് ഞാൻ പപ്പടം പൊരിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഇനി അതിനായിട്ടൊരു ഓയിലോ എന്തും നമ്മൾ പാർന്നതാക്കണ്ടല്ലോ. പിന്നെ ഈ പപ്പടം പൊരിച്ചതിൽ തന്നെ നമുക്കാണ്ട് ആ കോഴിയാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ചട്ടിയൊക്കെ വാങ്ങിക്കണിട്ട് തന്നെയാളെ കണ്ടോളി. ഇനി നമുക്കൊരു മീൻ പൊരിച്ചിട്ട് ചട്ടിയും കൂടി വാങ്ങണം ഇൻഷാ അല്ലാ. അതേമാതിരി നമ്മളെ കുക്കറിനൊക്കെ കജ്ജ് വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ വരുന്നുണ്ട്. നമ്മൾ കുക്കറിന് കജ്ജ് വെക്കാൻ വേണ്ടി കൊണ്ടുപോയിനി കേട്ടോ. കൈ വെക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പം അവിടെ അതിന് ഭാഗത്തത് കഴിഞ്ഞിക്കണ്. അപ്പം ഇനി പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ അതങ്ങനെ മറക്കും ചോദിച്ചും കൊണ്ടുപോകാൻ. പിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ മറക്കണതാണ് കേട്ടോ. പോകലൊക്കെ ഉണ്ട് അങ്ങാടിക്കൊക്കെ, പക്ഷേ എങ്കിലും അത് മറക്കും കൊണ്ടുപോകാൻ. പിന്നെ നമ്മളെ ചോറൊക്കെ ഉണ്ടല്ലോ വാർത്ത് വെച്ചിക്കണേ. പിന്നെ അതിന് കുറച്ച് കഞ്ഞിക്ക് നമ്മൾ മുക്കി വെച്ചിക്കണേ കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ. ഒന്നുകൂടി വന്തോട്ടെ വിചാരിച്ച് കണ്ട് അടുപ്പത്ത് വെച്ചിക്കണേ. പിന്നെ നമ്മൾ ചട്ടിക്ക് ഇതാക്കണേ വല്ലുള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത് കുക്കറിൻ്റെ കജ്ജ് വെക്കണേലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമ്മൾ അങ്ങാടിക്ക് പോകുമ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ആ കുക്കർ കൊണ്ടുപോകും ഉറപ്പാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ ഞങ്ങൾക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ മാതിരി നമ്മളൊരു ചട്ടി വാങ്ങിയിരിക്കണം കേട്ടോ. കണ്ടില്ലേ, ചട്ടി വാങ്ങിയതല്ലേ കേട്ടോ, കുറേ മുന്നേ ചട്ടി വാങ്ങി വെച്ചേനി. പക്ഷേങ്കിൽ അതേ നമ്മളെ റാക്കിൻ്റെ മുകളിലേനി, നമുക്കത് അറിയില്ലേ. നമ്മൾ എന്തിനോ കാര്യത്തിന് കയറിയപ്പോൾ ഉണ്ടല്ലോ ഒരു പെട്ടിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഒളിച്ചിക്കണേ. അപ്പോൾ അതെടുത്താണ്ട് പുറത്തേക്ക് എടുത്ത് നമ്മൾ പാത്തച്ചിട്ട് കാര്യമല്ലല്ലോ, നമ്മൾ മരിച്ചുമ്പോൾ കൊണ്ടുപോകുമോ ഇതൊന്നും. അപ്പോൾ പിന്നെ അതെടുത്ത് പുറത്തേക്ക് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമുക്ക് മീൻ പൊരിച്ചിട്ട് ചട്ടിയും കൂടിയൊക്കെ ഒന്ന് വാങ്ങിയെടുക്കണം.
പിന്നെ ഇതാക്കണേ ഞാൻ അതിക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒക്കെ ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് വാട്ടി കൊടുത്തിട്ട് കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് മൂടി വെച്ചിക്കണം കേട്ടോ. ഇനി അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ മിന്നുട്ടി തന്നെ ഇച്ച് ചാറച്ച് മണ്ടച്ച് പൊരിച്ചാൽ മതിയാണ്. അങ്ങനെ ഓക്ക് ഞാനൊരു 4 കണ്ടം അവിടെ എടുത്ത് വെച്ചിക്കണ്. ബാക്കി നമുക്ക് ആ ചാറ്റിക്കാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കിടന്ന് വേകട്ടെ. ഇനിയിപ്പോൾ 37 പറഞ്ഞ് കേൾക്കാതെ ഞാൻ ചാറിന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു നുള്ളി പച്ചിലേക്കാരം അങ്ങനെ എങ്ങനെയായിരുന്നു കൊണ്ട്. അപ്പോൾ പിന്നെ അത് മാണ്ട വിചാരിച്ചിട്ടാണ് ഓക്കൊരു 4 എണ്ണം പൊരിച്ചാൽ വേണ്ടി വെച്ചിക്കണേ. അപ്പോൾ പൊരിച്ചു കൊടുത്താലും പിന്നെ ചാറ്റത്തൊക്കെ മാണ്ടി വരും. ആദ്യം പറയുന്നുള്ളൂ പൊരിച്ചേ മതി ചാറ്റത്തെ മാണ്ടാന്നൊക്കെ. അങ്ങനെ ഞാൻ അതിട്ട് മൂടി വെച്ചിക്കണം കേട്ടോ. പിന്നെയാണ് മക്കളെ നമ്മളുണ്ടല്ലോ കരിയേപ്പിൻ്റെ ഇല ഇടാൻ മറന്നിനി ചാറ്റിക്കേ. അത് ഇല്ല ഞാനുണ്ടല്ലോ ഒരു കൊണസും ഉണ്ടാവില്ല നമ്മളെ ചാറ്. അങ്ങനെ ഞാൻ കരിയേപ്പൊക്കെ ഊരി കൊടുന്ന് കഴുകി നമ്മളെ ചാറ്റ് കണ്ടിട്ട് കൊടുക്കണം കേട്ടോ. കരിയേപ്പിൻ്റെ അല്ലാതെ എന്തൊരു മീൻചാറും എന്തൊരു കോഴിച്ചാറും എന്തൊരു ഇറച്ചിച്ചാറും അല്ലേ, കരിയേപ്പാണ് ഇട്ടെങ്കിൽ ആ ഒരു മണവും ചൂരൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ കോഴിച്ചാറായാലും ഇറച്ചിച്ചാറായാലും മീനൊക്കെ ആയാലും ഒന്നും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണ് കരിയേപ്പ്. കാര്യം കഴിഞ്ഞാൽ കരിയേപ്പിൻ്റെ ഇല പുറത്തെന്ന് പറഞ്ഞാലും എന്താണ് അതില്ലാഞ്ഞാൽ വല്ലാത്തൊരു പൊറുതിയടാ. പിന്നെ നമ്മളെ കോഴിയൊക്കെ മസാല കൂട്ടി വെച്ചിങ്ങനെ കേട്ടോ. കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് ആണ്ട് നമ്മൾ ആ ചതച്ചീനെ മിക്സി ഉണ്ടല്ലോ അതുകൊണ്ട് കലക്കി പറഞ്ഞ് കണ്ടൊന്ന് കുഴച്ച് വെച്ചിക്കണം. പിന്നെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ നമ്മൾ കോഴി ആക്കണം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പറ്റ ചാറാക്കണില്ല കേട്ടോ. ഇന്ന് കുറച്ച് നല്ല കുറുന്നനെയാണ് നമ്മളെ കോഴി ഉണ്ടാക്കിയെടുക്കണത്. ഞങ്ങൾ അവിടെ കിടന്ന് അങ്ങനെ വേകട്ടെ. അപ്പോൾ പണ്ടല്ലേ നല്ല ഉഷാറായിട്ട് കുറുകി വിരൽ തുടങ്ങിയിരിക്കണം കേട്ടോ. പറ്റ ചാറാക്കണില്ല കേട്ടെന്ന്. അങ്ങനെ അതവിടെ കിടന്ന് അങ്ങനെ വന്നോളും. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കണം. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണ്. അതാണ് ഇട്ട് കൊടുത്തെങ്കിലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ചിക്കാണ്ട് ആ ചിക്കൻ മസാലയും കൂടി നമ്മൾ ഇറച്ചി മലക്കൊന്ന് കുടിച്ചട്ടെ. അങ്ങനെ അതവിടെ വെച്ചിക്കണം കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ ചട്ടി തീമച്ചിക്കണം കേട്ടോ കോഴി പൊരിച്ചാൻ. അതിലൊരു തുള്ളി ഓയിൽ പാർന്ന് ആ 4 കണ്ടം കോഴിയായി ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ഇതിന് നമ്മളെ മക്കളൊക്കെ ചോറ് വെച്ചാൽ തുടങ്ങിയിരിക്കണം കേട്ടോ. നമ്മളെ കോഴിച്ചാറും റെഡി ആയിക്കണേ. അതേമാതിരി കോഴി പൊരിച്ചത് ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ സനുവിന് സ്കൗട്ടുണ്ട് നബിദിനത്തിന് പരിപാടിക്ക്. അപ്പോൾ അതിന് പോകാനും വേണ്ടി ഓന് സ്കൗട്ടിനുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് ഓൻ ചോറ് എരിമാറണേ. അപ്പോൾ ഓന് ഞാൻ ചോറ് വിളമ്പി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മിന്നുട്ടി അറിഞ്ഞിട്ടും തന്നളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ കോഴി അടുപ്പത്താണ് വേഗട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞാൽ സാരല്ല വേകുമ്പോൾ മതിയായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളെ കറി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കുറുന്നനെ അങ്ങോട്ട് വന്നിക്കണല്ലേ സൂപ്പറായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓന് 2 കോഴിയും കുറച്ച് ചാറൊക്കെ പാർന്നെടുത്തിക്കണം കേട്ടോ. ഇപ്പോഴേതായാലും ചാറ് പാർന്നോടത്ത് നിൽക്കണുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ പാർന്ന 4 ബൈക്കുകൊണ്ട് ഒലിച്ചു പോകും. നമ്മളെ മായ ഇതാ വരിയെള്ളം വിട്ടമാതിരി. ഇന്ന് ഏതായാലും നല്ല കുറുന്നനെയാണ് കേട്ടോ ഉണ്ടാക്കിക്കണേ. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ല തീർപ്പതി ആയിക്കണം കേട്ടോ. ഇങ്ങനെയായിട്ട് ഇന്നതാക്കണേ നമ്മൾ പപ്പടം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓല് 2 ചോറ് വെച്ചാണ് കേട്ടോ. പിന്നെ ഞാനൊരു തുള്ളി സമ്മന്തിയും കൂടി അരച്ചിന് കേട്ടോ. ഇപ്പോൾ കഞ്ഞിക്ക് സമ്മന്തി ഇല്ല ഞാൻ വല്ലാത്തൊരു കുറുതിയടാ. അപ്പോൾ അങ്ങനെ സമ്മന്തി ഇട്ടുകൊടുത്തു, ചോറും കൊടുത്തു. പിന്നെ ഞാൻ ആ കോഴി ഉണ്ടല്ലോ ഒരു ഭാഗം വെന്തിക്കണം കേട്ടോ. പിന്നെ മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണേ. അങ്ങനെ നമ്മളെ കോഴിയൊക്കെ അടുപ്പത്ത് വെച്ചു മറിച്ചിട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി അതവിടെ കടന്ന് വേകട്ടെ. അപ്പോഴത്തേന് മിന്നൂട്ടി തഞ്ചാരം പിടിച്ചാൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അമ്മച്ചിയെ ആയില്ലേ ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്നാൽ ചാറ്റത്തെ കൂട്ടി തിന്ന പെണ്ണയായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഏച്ചാ മടച്ച് ഇതായിട്ട് മതിയായിരുന്നു. അപ്പോൾ ഏതായാലും കുറച്ച് നേരമൊക്കെ കാത്തു നിന്ന് ഏതായാലും നമ്മളെ കോഴിയൊക്കെ പൊരിഞ്ഞ് വന്നിക്കണേ. പിന്നെ നമുക്ക് അതും കൂടിയാണ് വാങ്ങിയിട്ടിട്ട് നോക്ക് കൊടുക്കാം. അങ്ങനെ ഇതാക്കണം. ഞാൻ നോക്ക് 2 കണ്ടം കോഴിട്ട് കൊടുത്തണം കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ചോറ് വെച്ചാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കോഴിയും കൂടി ഞാനങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ സനുവിനും ഒരു കണ്ടം കൂടി ഓനും കൊണ്ടുപോയി കൊടുത്തുക്കണം കേട്ടോ. ഞാൻ മാണ വെച്ചപ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ചോറയൊക്കെ കഴിഞ്ഞപ്പം തിരുവോണമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തേ ഇപ്പം മഴ ജാഞ്ഞ് എല്ലാ കൊല്ലവും മഴ ജലുണ്ടല്ലോ ഇപ്രാവശ്യം എന്തേ പറ്റിയെന്ന് വിചാരിച്ച്. അപ്പം അതാ കിടക്കണേ മഴ അങ്ങനെ പെജ്ജണുണ്ട് കേട്ടോ. നല്ല മഴ പെജ്ജണുണ്ട്. പിന്നെ നമ്മളിതാക്കണേ പായസം വെക്കാൻ ഇതാ നമ്മൾ പാലടൻ്റെ ഒരു പാക്കും 2 പാലും പാക്കും പിന്നെ അതേമാതിരി നമ്മളെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു പാക്കും പാടെ കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്ക്
ഞാൻ പറഞ്ഞു സ്കൂളിൽ നിന്നൊക്കെ പായസം കുടിച്ചല്ലേ എന്ന് പറഞ്ഞപ്പോൾ സാനൂട്ടൻ പറഞ്ഞു അവിടെയൊക്കെ അരിപ്പായസം അല്ലേ ഇനിയമ്മ ഞങ്ങൾക്ക് അടപ്പായസം വേണം പറഞ്ഞു. അങ്ങനെ നമ്മളൊരു അടപ്പായസത്തിൻ്റെ പാക്കറ്റ് കൊടുന്നാണ്. അതാവുമ്പോൾ എളുപ്പമാണ്. അതാണ് പാല് തിളപ്പിച്ചാണ്ട് അതിൽ ഇട്ടെടുത്ത് അങ്ങനെ കുറുക്കിയെടുത്താൽ മതി. കുറച്ച് നേരം നയിച്ചണം എന്നെങ്കിലേ ശരിയാകുള്ളൂ കേട്ടോ. നമ്മളെ പാലടപ്പായസം കുറേ നേരം വെച്ച് ഇതാക്കണം. അപ്പം ഞാനൊന്ന് പൊട്ടിച്ച് പാർന്ന് അപ്പം നമ്മളെ വലിയ വന്നുകാണ്ടാണ് ഈ ഒരു മോഡലിൽ പോയിരുന്നു കേട്ടോ. കുറേ നീളത്തിൽ നിന്നുകാണ്ട് അങ്ങോട്ട് പാർന്നു കൊടുക്കുകയാണ് പാല്. ഞാൻ പറഞ്ഞത് അതെങ്ങാനും ചിന്തട്ടെ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ അങ്ങനെ കാട്ടണുണ്ട്. കുറേ അങ്ങോട്ട് പോകും, പിന്നെ എടുത്തേക്ക് തന്നെ വരും, പിന്നെ അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെ ഏതായാലും ഒരു തുള്ളി പുറത്തേക്ക് പോകാതെ പാലെടുത്തുക്കണം. പിന്നെ നമ്മളെ പാല് ഇതാക്കണം. ഞാൻ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ, ഗ്യാസമ്മ വെച്ചിക്കണം. ഇനി നല്ലോണം ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് പാലടിട്ട് കൊടുക്കാം. അപ്പം ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡ് എടുക്കാനും വേണ്ടി എല്ലാവരും പാത്രം കൊണ്ട് നിൽക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. വലുതും ചെറുതും ഒക്കെ കണക്ക് തന്നെ. അപ്പോൾ അതിന് വലിയവനും കജ്ജാട്ടി ഓനും കൊടുത്ത് ഓലൊക്കെ തിന്നണണ്ട. അപ്പം ഇച്ചൊരു പൂതി കുറച്ച് തിന്നാൻ. അതിന് പിന്നെ ഞാനും തന്നെ ഒരു തുള്ളി ഞാനും കജ്ജിക്ക് പാർന്നെടുത്തിക്കണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ മക്കളെ അതിങ്ങനെ തിന്നാൻ. ഞാൻ പറഞ്ഞേ രസം ഉണ്ടാക്കി ഇപ്പോൾ പായസത്തേക്ക് പാരുണ്ടാവില്ല. പണ്ടാരോ പറഞ്ഞില്ലേ ഇറച്ചി ഉപ്പുണ്ടോക്കി കണ്ട് തിന്നാൻ നേരത്ത് പിന്നെ ചട്ടിയിൽ ഇറച്ചില്ല പറഞ്ഞ മാതിരി പായസം റെഡിയായി വരുമ്പോഴത്തേന് പാരാ മിൽക്ക് മെയ്ഡ് ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും നമ്മൾ അപ്പളൊക്കെ തോണ്ടി തിന്ന് ഏതായാലും ബാക്കിയില്ല മിൽക്ക് മെയ്ഡ് നമ്മളവിടെ പാത്ത ചിക്കൻ ഇട്ടാൽ ലാസ്റ്റ് പാരാൻ. അങ്ങനെ നമ്മളെ പാലൊക്കെ ഇതാക്കണേ തിളച്ച് വരൽ തുടങ്ങിക്കണേ. ഇനി ഒന്ന് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ പാൽപ്പായസം അല്ല നമ്മളെ പാലട പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സദ്യ കിട്ടാത്തതിന് കുറച്ചൊക്കെ ഒരു സങ്കടം മാറിയിട്ടോ. കാരണം പായസം കുടിച്ചുകൊണ്ട് നമ്മൾ ഈ സദ്യക്ക് വരിയായിട്ട് പോകണം ഈ പായസം കുടിച്ചാനാണ്. അപ്പോൾ പിന്നെ പായസം നമ്മൾ പെരിയിൽ തന്നെയാണ് ഉണ്ടാക്കിക്കണേ. ഇനി അതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അങ്ങനെ വന്നോളും. അപ്പം അങ്ങനെ ഇതാക്കണേ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മളെ പായസം ഇങ്ങനെ സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ വിചാരിച്ചിന്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത്. സുട്ടൂസ് വേൾഡ് പറഞ്ഞ ഒരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ അയലോക്കക്കാരത്തിൻ്റെ ഒരു ചാനലാണ്. അപ്പം എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ ഒരു പുതിയ ഒരാളാണ് കേട്ടോ യൂട്യൂബ് ചാനലിലേക്ക് വന്നതാണ്. അപ്പോൾ സുട്ടൂസ് വേൾഡ് കേട്ടോ. അപ്പോൾ ആരും മറക്കരുത്. അപ്പോൾ നമ്മളെ പായസം ഇതാക്കണേ റെഡി ആയിക്കണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കുറുകി വന്നിക്കണ്. അടയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല കുറുകി പാകമായി വന്ന് നമ്മളൊക്കെ എന്താട്ടി നമ്മളെ മിൽക്ക് മെയ്ഡ് കൂടിയും പാർന്നു കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ് പാർന്നു കൊടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിമ്പാടെ ഒന്ന് നെയ്യിൽ വാട്ടിയിട്ട് നമ്മളെ പായസത്തിൽ കണ്ട് പാർന്നു കൊടുത്താൽ നമ്മളെ അടപ്രഥമൻ റെഡി. നല്ല നയിപ്പാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ നിൽക്കണം. നല്ല ക്ഷമ വേണം ഈ ഒരു പായസം കണ്ട് പള്ളിക്ക് എത്തണമെങ്കിൽ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ പാലടിയൊക്കെ വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് നല്ല സൂപ്പർ ആയിക്കണം. ഇനി ആ അണ്ടിപ്പരിപ്പും മുന്തിരി നെജ്ജൊക്കെ കൂട്ടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കുക. മക്കൾ കുറേ നേരമായിക്കണം ക്ലാസ്സും സ്പൂണൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ക്ഷമല്ലാതെ ആയിക്കണ്. വലിയവർക്കോ ക്ഷമല്ല, പിന്നെ ഇപ്പോൾ കുട്ടികളെ കാര്യം പറയണോ അല്ലേ. അങ്ങനെ ഇതാക്കണേ മക്കൾക്കൊക്കെ പാർന്നു കൊടുത്തിക്കണം കേട്ടോ. അപ്പം ചൂടോടെ ഇങ്ങനെ സ്പൂണോട് ഇങ്ങനെ കോരി കുടിച്ചാൽ നല്ല രസമാണ് ഈ പായസം. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. പിന്നെ ഞാൻ മിന്നുട്ടിക്ക് ക്ലാസ്സിൽ കൊടുക്കാതെ ഞാൻ പാത്രത്തിൽ പറഞ്ഞു കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കൊന്ന് ചൂടാറിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അല്ലെ പിന്നത്തോളം പുള്ളി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഈ പായസം കുടിച്ചാലൊന്നും ഒരു രസവും ഉണ്ടാവില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിക്കണോ? പായസം കുടിച്ചുമ്പോൾ തൊള്ള പൊള്ളിയാൽ ചൂടില്ല പായസം എന്നല്ല ചൂടിൽ എന്ത് തിന്നാലും തൊള്ള പൊള്ളി കഴിഞ്ഞാൽ പിന്നെ എന്തൊരു സാധനം തിന്നാലും ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.